ഫ്രണ്ട്സ് ആൻഡ് പ്രീമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓറഞ്ച് ജ്യൂസ് വെച്ച് പ്ലം കേക്ക്, അത് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ്, ഓറഞ്ചിൻ്റെ തൊലിയെ, അതുപോലെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്, ഇതും വേണം. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് ചെറി, 2 ടേബിൾ സ്പൂൺ tutti fruiti ആഡ് ചെയ്യാൻ നമുക്ക്. നിങ്ങളുടെ പല കളറിലുള്ളത് ഞാൻ എടുത്തിരിക്കണേ. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ raisins, മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ. ഞാനതുകൂടാതെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അതിൽ ആ ഓറഞ്ച് ജ്യൂസും ഓറഞ്ച് ജസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അതൊരു പാത്രം, ഇതിൻ്റെ മൂടി വെച്ച് അടച്ച് വെളിയിൽ വെക്കേണ്ടവർക്ക് വെളിയിൽ വെക്കാം. ഞാൻ വെളിയിലാണ് വെച്ചത്. ഒരു 8 മണിക്കൂറോളം വെച്ചിരുന്നു. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വേണേൽ വെക്കാം. കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ തീയിൽ വെച്ചത് ഫുള്ള് മെൽറ്റാക്കി എടുക്കണം. മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് ബ്രൗൺ കളർ ഓൾറെഡി ഉണ്ട് അതിന്. അതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് വെള്ളം അതിനകത്ത് ചേർത്ത് അത് കാരമല് മെൽറ്റ് ആവുന്നിടം വരെ നമ്മൾ തിളപ്പിക്കുക. എല്ലാം മെൽറ്റായതിന് ശേഷം നമ്മളത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക ഈ കാരമൽ സിറപ്പ്. അതിനുശേഷം ഒരു ബൗളിൽ 1/3 കപ്പ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, അതുകൂടാതെ 1/4 കപ്പ് പഞ്ചസാര, അത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആക്കി എടുക്കണം. നല്ല രീതിയിൽ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുമായിരുന്നു. നല്ലപോലെ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 മുട്ട വീതം ചേർക്കണം. കോഴിമുട്ട ആണ് ചേർത്തിരിക്കുന്നത്. അത് 2 എണ്ണം വെച്ച് ചേർക്കുക. അതുകൂടാതെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ, ഈ മിക്സ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാരമൽ സിറപ്പ് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നത് അത് ചേർത്ത് മുഴുവനായിട്ട് ചേർക്കുക. എന്നിട്ടത് ഈ മിക്സും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ മിക്സിലോട്ട് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറോ, ഗോതമ്പ് പൊടിയോ, മൈദയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. അതൊരു പാട്ടായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂണ്, ഗ്രാമ്പു പൊടിച്ചത് 1/4 ടീസ്പൂണ്, ജാതിക്ക പൊടിച്ചത് 1/4 ടീസ്പൂണ്, കറുവപ്പട്ടപ്പൊടി പൊടിച്ചത് 1/4 ടീസ്പൂണ്. ഇതുകൂടാതെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും
ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് പാട്ടായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഞാൻ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കുമായിരുന്നു. ഈ ബീറ്റ് ചെയ്ത മിക്സിലേക്ക് നമ്മൾ കാഷ്യൂ നട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഓറഞ്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്ന മിക്സിനകത്തോട് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചേർക്കുക. ഞാൻ ആ ബീറ്റർ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമായിരുന്നു. എല്ലാം നല്ല മിക്സ് ആയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച കേക്കിൻ്റെ പാനിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ സമയം നമുക്ക് അടുപ്പയിൽ ഒരു വലിയ പാത്രം, ഞാനൊരു വലിയ പാത്രമാണ് എടുത്തത്. പാത്രം എടുത്തതൊന്ന് ഒരു 10 മിനിറ്റോളം ചൂടാക്കാൻ വെക്കണം. ഇത് കുറച്ച് നേരത്തെ ചെയ്താൽ കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാം. അപ്പോൾ ചൂടാകാൻ വെക്കുക. ഒരു മൂടി വെച്ച് അടച്ചു വെക്കണം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. കാഷ്യൂ നട്ട് വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ചെറി വെച്ച് ഞാൻ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡെക്കറേഷനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കി 10 മിനിറ്റ് ചൂടാകാൻ വെച്ച പാത്രത്തിനകത്തോട്ട് ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ കേക്കിൻ്റെ ഈ ടിന്ന് ഇറക്കി വെക്കാൻ. അതിന് ശേഷം ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ കേക്ക്. ഒരു മൂടി വെച്ച് അടച്ച് എനിക്ക് ഈ കേക്ക് ആയി വരാൻ 1 മണിക്കൂറോളം എടുത്തു. 45 മിനിറ്റ് കഴിയുമ്പോൾ സ്ക്യൂവർ മൂടി തുറന്ന് സ്ക്യൂവർ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോ. സ്ക്യൂവർ ക്ലീനായിട്ട് വരുവാണെങ്കിൽ വെന്തിട്ടുണ്ട്. സ്ക്യൂവർ ക്ലീനായിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ചെറിയ തീയിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡിയായി.